6 മാസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും വന്നു. ഇതുവരെ നോ ഫോൺ കോൾ, നോ മെസ്സേജസ്. അങ്ങോട്ട് വിളിച്ചാൽ എടുത്താൽ എടുത്തു. എന്നിട്ടേ പതിവ് പോലെ അവളതാ വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ അത്രയ്ക്ക് അൺഡിസൈറബിൾ ആണോ, അൺവർത്തിയാണോ? തുടങ്ങി ഇടിക്കുന്നു. ഇതുവരെ തിരിഞ്ഞു നോക്കാത്തന്നെ ഞാനല്ലേ ഇടിക്കണ്ടേ? ഇനി കുറച്ച് കാലത്തേക്ക് ഇവിടെ ഇടിയും കുത്തും എല്ലാം കൊള്ളേണ്ടി വരും. സുഖമില്ല, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകാമോ? അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത എൻ്റെ ലൈഫിൽ ഇടയ്ക്കൊരു ഗസ്റ്റ് റോളിൽ വന്നു പോകുന്ന ആളാണ് ഈ ഉണ്ണിമോള്. അവളുടെ ലൈഫിൽ ഞാൻ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനായിട്ടൊന്നും ചോദിച്ചിട്ടുമില്ല, അവളൊന്നും പറഞ്ഞിട്ടുമില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ ഇറക്കി വെച്ച് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സേഫ് പ്ലേസ് ആയിരിക്കാം ഞാൻ. ഇൻ അതർ വേർഡ്സ്, പീപ്പിൾ നെയിം ദം ആസ് അച്ഛനെന്തിട്ടാണ് ഞാൻ കാണാൻ പോകും. ക്ലാസ് ഉണ്ട്. നീ അവളെ കൊണ്ട് കറങ്ങി നടക്കാനാണ് എന്റെ വണ്ടി എടുത്തു പോയേക്കല്ലേ. എനിക്ക് അങ്ങനെ വണ്ടിയൊന്നും വേണ്ട. ഞാൻ പോണു. എന്താ പ്രശ്നം? എന്താ രാവിലെ തന്നെ ഒരു പ്രശ്നം? അതിന്റെ സൗന്ദര്യപ്പണക്കം. നീ വണ്ടി എടുക്കും. അനിക്കുട്ടൻ ആരോ ഒന്നിന്റെ കൂടെ കയറി പോന്ന് കണ്ടല്ലോ. ഏതാ പെണ്ണ്? ഓ, അത് അവൻ്റെ ഒരു ഫ്രണ്ടാ. ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാൻ വരും. ഞാൻ അവളെ കാണാൻ പോലെന്ന് അവനോട് പറയും. അവൻ പോവും. പ്രേമായിരിക്കും. അതിന് അവക്കൂടെ തോന്നുന്നുണ്ട്. അവിടെ കല്യാണമൊക്കെ ഉറപ്പിച്ചതാ. നിക്കാൻ ഉറപ്പിച്ച പെണ്ണാ? അവളൊരു അരക്കിളി പോയ കൊച്ച. ഓരോ തവണയും കല്യാണം മുടങ്ങുമ്പം അവനെ കാണാനും മഞ്ഞ് ഇവിടെ വന്നിട്ട് അവനെ കൊണ്ട് കറക്കോ. അനിക്കുട്ടനോടോട് പ്രേമം പെട്ടതുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അവൻ അവളോട് പ്രേമം ഉണ്ടെന്ന്. ഇവൻ്റെ വൺ സൈഡിലോ ഞാൻ ഒരു പ്രാവശ്യം പൊക്കിയപ്പോൾ അവൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? എന്താ? നമ്മുടെ അമ്മയുടെ അതേ രൂപമല്ലേ അവൾക്ക്. അമ്മ വർത്താനം പറയുന്ന പോലെ അവളുടെ വർത്താനം. അമ്മയുടെ അതേ കണ്ണ്, അമ്മയുടെ അതേ നോട്ടം. പിന്നെ നമ്മുടെ അവൻ്റെ അമ്മയുടെ തേങ്ങ ചത്തോരെ ചത്തു. അതിൻ്റെ പിന്നാലെ പോയി ജീവിതം കളയണോ? ഇനി അഥവാ അവന് അവളോട് പ്രേമമാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടപ്പോൾ അവളോട് പറയണ്ടേ? അവളാണെങ്കിൽ അവൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം അവനെ കാണാൻ ഇങ്ങോട്ട് വരും. ബെഞ്ചിങ് ആയിരിക്കും. ബെഞ്ചിങ്ങോ? അതെന്തോ? അതെ, ബെഞ്ചിങ്. പന്ത് കളിക്കാരെ, എക്സ്ട്രാ കളിക്കാരെ ബെഞ്ചിലെടുത്തു. ആവശ്യം വരുമ്പോൾ അവരിറക്കും. അതിനാണ് ബെഞ്ചിങ് എന്ന് പറയും. എന്നാൽ പിന്നെ ആ നാണം കൊട്ടവൻ അത് തന്നെയാണ് ബെഞ്ചിങ്. ശരി, ഞാൻ വൈകിട്ട് വരാവേ. വരണേ. ഇതിൻ്റെ ക്ലൈമാക്സ് ഞാൻ ഇപ്പോഴേ പറയാം. അവസാനം ഇവ മൂഞ്ചു. അങ്ങനൊന്നും പറയാൻ പാടില്ല. കഥ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇതാ അവൻ്റെ എക്സ്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ? അവനെ വിളിക്കാതിരിക്കാൻ അത്ര ഈസി ആയിരുന്നു. ദിവസമായി എടി, വീട്ടുകാരെല്ലാം എൻ്റെ കൂടെ ഉറപ്പിച്ചിട്ട് കല്യാണം 3-ാമത്തെ പ്രാവശ്യം നീ വേണ്ടെന്ന് വെച്ചു. ഞാൻ ഒന്നിനെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടാ? ഞാൻ പാതഭാഗത്താ. ഉണ്ട്. 3 പ്രാവശ്യം വേണ്ടെന്ന് വെച്ചെങ്കിൽ എനിക്കുള്ള കാരണമുണ്ട്. അതുണ്ട്. ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള, പിന്നെ എപ്പോഴും ഇങ്ങനെ ഇൻസെക്യൂർ ആക്കുന്ന ഒരാളുടെ കൂടെ നിനക്ക് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പാതഭാഗത്തെ തെറ്റ്. അവൻ്റെ ലൈഫിൽ ഏറ്റവും ലോവസ്റ്റ് ഫേസിൽ പോലും അവൻ്റെ കൂടെ വന്നിട്ടില്ല. എന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും അവൻ അറിയത്തില്ല. മിക്ക ആളുകൾക്കും ഈ പ്രശ്നമുണ്ട്. ഇതൊക്കെ വളരെ ബേസിക് അല്ലേ? അല്ലേ? അപ്പോൾ കല്യാണം വേണമെന്ന് വെച്ചപ്പോൾ എല്ലാവരും മുമ്പ് ഞാൻ തെറ്റുകാരിയായി. അവൻ എന്താ എന്നോട് പറഞ്ഞത് എനിക്കല്ലേ അറിയുള്ളൂ. എന്താ പറഞ്ഞ? അവരുടെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ചോയ്സ് ഞാനായിരുന്നു. അവരെ ഡിസേർവ് ചെയ്തിരുന്നത് അവൻ പറഞ്ഞ്. മിക്ക ആളുകൾക്കും ഈ പ്രശ്നമുണ്ട്. ഇതൊക്കെ വളരെ ബേസിക് അല്ലേ? അല്ലേ? പോട്ടെ, സാരമില്ല കേട്ടോ. പൊട്ടെ, നിന്നെ അവള് ബെഞ്ച് ചെയ്തതാ. ബെഞ്ചോ? നീ അവളെ കാണാൻ പോവല്ലേ? ഞാൻ പോയാ ഇങ്ങോട്ട് വന്നു പോയേക്കില്ല. പിന്നെ പ്രഭാകര, എന്താ പ്രശ്നം? എന്താ പ്രഭാകര പ്രശ്നം? അവൻ അവന്റെ വൈക്ക് വിട്. അവൻ ചെന്ന് കയറി കൊടുക്കാൻ പോകുന്ന വഴി ഏതാന്ന് എനിക്കറിയാം. ബഹളം വെച്ചോണ്ടൊന്നും ഒരു പരിഹാരമാവില്ല. താനല്ലോടോ കളവ് പറഞ്ഞ അവനെ അവള് ബെഞ്ച് ചെയ്തേക്കുവാന്ന്. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു.
ഇത്തരം കളവന്മാരോട് ഇത്തരം കാര്യം പറയാൻ പാടില്ലാത്തത് എനിക്ക് അറിയില്ലായിരുന്നു. ആരാടോ കളവൻ? നീയാടാ കളവൻ. നീയാടാ കളവൻ? നീയാടാ കളവൻ. നീയാടാ കളവന്റെ കളവൻ? അങ്ങനെ 2 കിളവന്മാർ എനിക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ഉണ്ണിമോളെ ഓക്കെ ആക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ശരി, നാളെ കാണാം. വരണേ. അനുക്കുട്ടാ, സൽമാൻ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ഇത് നല്ലതായിരുന്നു അല്ലേ? അവസാനം ഇവൻ മൂഞ്ചും. പ്രഭാകര, നമ്മൾ തമ്മിൽ തല്ലൂട്ടി യാതൊരു കാര്യവുമില്ല. ശരിയോ? അനുക്കുട്ടൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? വേണം. പ്രഭാകരൻ ആരെങ്കിലും ബെഞ്ച് ചെയ്തിട്ടുണ്ടോ? എന്നെ ആരും ബെഞ്ച് ചെയ്തിട്ടില്ല. മൂസനെ ആരെങ്കിലും ബെഞ്ച് ചെയ്തിട്ടുണ്ടോ? എന്നെ ബെഞ്ച് ചെയ്തിട്ടുണ്ട്. പാത്തു 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത് എന്നെ ബെഞ്ച് ചെയ്യാന്നുള്ളത്. അതൊന്നും നീ വിളിപ്പേരില്ലല്ലോ. അനുക്കുട്ടനെ അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണ്ടേ? മൂസ, ഇതെങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്നുള്ള കാര്യം അവൻ തന്നെ കണ്ടുപിടിക്കും. ഉണ്ണിമോളെ ഇന്നലെ പറഞ്ഞ എനിക്ക് ഫീലായിട്ടാ. എനിക്കുണ്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയാൻ. പക്ഷെ ഉണ്ണിമോളെ പോലെ എനിക്കത്ര എളുപ്പമല്ല പറയാൻ. സൽമാൻ എളുപ്പമായിരിക്കും എന്നെ വിളിക്കാതിരിക്കാൻ. അവൻ്റെ എക്സിനെ പോലെ എനിക്ക് അങ്ങനെ സക്സസ്ഫുൾ കരിയറൊന്നും ഇല്ലല്ലോ അല്ലേ? പക്ഷേ ഞാൻ എന്തിനാ വെറുതെ അവൻ്റെ എക്സിനെ വെച്ച് എന്നെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നേ? എടാ, നീ ഇത് കമ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എടാ, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു ബലം എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ കരിയർ ഉണ്ടാകുന്നുള്ളതാണ്. അതെ. ആ, ഇനി എന്തായാലും കരിയറിൽ ഫോക്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ഉറപ്പാണേ? ഇനി സൽമാൻ വേണ്ട, വേണ്ട, കരിയർ മതി. മതി. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എടി, ഇവിടെ അമ്മ കരിയർ സെറ്റാവും, പ്ലേസ്മെൻറ്റ് കാര്യം പേടിക്കണ്ട. പിന്നെ നമുക്കൊന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അനു, മാഡത്തിനല്ലായിരുന്നോ? വരും മാഡം. സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻഡസ്ട്രിയിലെ മോസ്റ്റ് ഡിമാൻഡഡ് കോഴ്സസ് ആണ് സൂപ്പർ ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, UI/UX ഡിസൈൻ, ഡേറ്റാ സയൻസ്, ബിസിനസ് അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കോഴ്സ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് കോഴ്സ്, ഇതെല്ലാം സൂപ്പിളിൽ പ്രൊവൈഡ് ചെയ്യുന്നു. 8,000+ സ്റ്റുഡൻസ് സൂപ്പിളിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് ഏതാ നോക്കിയിട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇൻട്രസ്റ്റ് ആണോ? കരിയർ സെറ്റ് ആക്കട്ടെ. എത്ര നാൾ ഇങ്ങനെ കൊണ്ടു നടക്കാൻ എൻ്റെ പ്ലാൻ? അവസാനം എൻ്റെ കൊച്ചൻ മൂങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാൻ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. ഈ മാരിയുടെ നിന്റെ ആവശ്യത്തിന് ഇവനെ കൊണ്ടു ഇറങ്ങിയിട്ട് പിന്നെ കളയുന്ന ഈ പരിപാടി നടക്കത്തില്ല കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുവാടാ മറ്റേ സാധനം? ബെഞ്ചിൻ. ആ, അത് തന്നെ. അത് ഇനിയും നടക്കത്തില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ തന്നെ അതിന് പാത്തു എന്നോട് പറഞ്ഞത്. ഈ അനുക്കുട്ടൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ പാത്തുവിനോട് എനിക്കും കട്ടിന്റെ പ്രേമായിരുന്നു. എത്ര നാൾ ഇങ്ങനെ കൊണ്ടു നടക്കാൻ എൻ്റെ പ്ലാൻ? അവസാനം എൻ്റെ കൊച്ചൻ മൂങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാൻ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ വിചാരിച്ച എന്നോട് കളിപ്പാറ് ഉണ്ണിമോള് ജോയിൻ ചെയ്യില്ലാന്ന്. ശരിക്കും എന്നോട് കളിപ്പില്ല. ഉണ്ണിമോളെ ഉണ്ണിമോളെ എന്നോട് മിണ്ട്. ഞാൻ നിന്നെ ബെഞ്ച് ചെയ്തിരിക്കുന്നതാണെന്നോ നീ വിചാരിക്കുന്നേ? ഞാൻ എന്ത് ചെയ്യണം അവിടെ ഓരോന്നൊക്കെ പറയുന്നതിന്? നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത്? അത് എല്ലാവരും പറഞ്ഞിട്ടാണോ ഞാൻ അറിയണ്ടേ? എന്താടാ പറ. ഞാൻ അങ്ങനെ പറയാനാണ്. ഞാൻ പരിചയപ്പെടുമ്പോൾ മുതൽ സൽമാൻ നിന്നോടുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് വരും ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു എന്നിട്ട് പോവും. അപ്പം ഞാൻ ലൈഫിൽ വേറെ ട്രാക്ക് പിടിക്കാൻ നോക്കുമ്പോൾ അപ്പം വീണ്ടും വരും. അപ്പൊ അവര് പറഞ്ഞേക്കോ ഞാൻ നിന്നെ ബെഞ്ച് ചെയ്തെന്ന് നീ പറയുന്നേ അല്ലേ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി എനിക്കൂട്ടാ. അങ്ങനല്ല. അല്ല വേണ്ട പറ.
അങ്ങനത്തെ ടോക്ക് നമുക്കിടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കും. പറയാതിരുന്നപ്പോൾ എല്ലാം ശരിയാകുമോ? ഇത്ര നാൾ നിന്നുള്ള ഫ്രീഡത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും വേറെ രീതി കേൾക്കേണ്ടി വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അനുകൂട്ടാ. ഉണ്ണിമോളെ, ബുദ്ധിമുട്ട് നിനക്ക് മാത്രമല്ല എനിക്കുണ്ട്. എന്നോടുള്ള ഫ്രീഡത്തിന് പേരിൽ നീ വന്നും പോയിരുന്നില്ലേ? ശരിയാ, എൻ്റെ ഫീലിങ്സ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, അത് തെറ്റായി. പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നീ ഒരിക്കലും മര്യാദ കാണിച്ചിട്ടില്ല ഉണ്ണിമോളെ. നീ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് വരും, അപ്പോൾ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കണം, നിൻ്റെ കൂടെ ഇരിക്കണം, നിന്നെ ഓക്കെ ആക്കണം, എന്നിട്ട് നീ പോവും. എൻ്റെ സമയം പോലും നോക്കാതെ ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. കണക്ക് പറയല്ല, പക്ഷെ ഒരു മര്യാദ വേണ്ടേ? നീ പാച്ചപ്പായി പോയാൽ നീ ഒന്ന് വിളിക്കത്തില്ല, നീ ഒരു മെസ്സേജ് അയക്കില്ല. എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ച് നീ എടുക്കുമോ? എന്നിട്ട് നീ വീണ്ടും വരും. എപ്പോഴാണെന്നറിയോ? അടുത്ത ബ്രേക്കപ്പ് ആകുമ്പോൾ. ഇതൊരു മര്യാദകേടല്ലേ? ഇതാ ഞാൻ പറഞ്ഞ് സംസാരിക്കണ്ടാവും. ഉണ്ണിമോള്, ശരിക്കും നിനക്ക് എന്നോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ? സൽമാൻ ഉള്ളതുകൊണ്ടാണോ? അത് മാത്രമല്ല, അപ്പം ഇത് ബെഞ്ചിങ് അല്ല, ഒന്നാം തരം വൺ സൈഡ് ലവ്വ. എൻ്റെ ഖദീജയോട് പണ്ട് എനിക്ക് തോന്നിയ അതേ സാധനം. നിന്റെ ചോദ്യത്തിന് അവൾ എന്താ മറുപടി പറഞ്ഞേ? സൽമാൻ ഉള്ളതുകൊണ്ടാണോ? അത് മാത്രമല്ല. പിന്നെ ശരി, അത് പോട്ടെ. നിനക്ക് എന്നെ ഏറ്റവും അട്രാക്റ്റീവ് തോന്നിയ കാര്യം എന്താ? അത് നിനക്കറിയില്ലേ? പറയും. അത് ഞാൻ പറയാറില്ലേ, എൻ്റെ അമ്മയുടെ അതേ രൂപമാണ് നിനക്ക്. എൻ്റെ അമ്മ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ നിന്നെ പോലെ എൻ്റെ അമ്മ ഡാൻസ് കളിക്കും, പാട്ട് പാടും, വരയ്ക്കും. വലിക്കോ? വലിക്കില്ല. അത്രല്ലേ ഉള്ളൂ? വേറൊന്നുമില്ലല്ലോ? അതിനുശേഷം അവളൊന്നും മിണ്ടിയില്ല. ഇവനെ ഞാൻ തല്ലണോ അതോ മൂസ തല്ലുന്നോ? ഇനി എന്ത് ഭ്രാന്താ മോനെ പറയുന്നത്? എനിക്കിപ്പോൾ പ്രേമമൊന്നുമല്ല വേണ്ടത്, വല്ല സൈക്കാട്രിസ്റ്റിനെയും കൊണ്ടേ കാണിക്കും. അനിക്കുട്ടാ, നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ല. നീ അവളിൽ കൂടി നിൻ്റെ അമ്മയെ തന്നെയാണ് കാണുന്നത്. എന്തിനാ മോനെ നിൻ്റെയും അവളെയും ജീവിതം വെറുതെ നശിപ്പിക്കുന്നേ? സൽമാൻ വന്ന അവൾ പഴയ പോലെ പോകും, അതുവരെ അല്ലേ ഇതെല്ലാം ഉള്ളൂ. അതെനിക്കറിയാലോ. സോറി, നീ പറഞ്ഞ ശരിയാ. ഞാൻ എപ്പോഴും എൻ്റെ കാര്യം മാത്രമേ ആലോചിക്കും. ഞാൻ നിന്നെ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോടാ, എനിക്കറിയാം. ഇനി എൻ്റെ ഭാഗത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സൽമാൻ വരുന്നവരെ ഇതെല്ലാം ഉള്ളൂ എന്നറിയാം, അതുവരെ ഉണ്ടല്ലോ. number you have dialed is currently busy. Please try later. आपके द्वारा डायल किया गया नंबर अभी व्यस्त है. कृपया कुछ समय पश्चात प्रयास करें. ഹലോ, എനിക്കോട്ടെ സൽമാൻ വന്നിട്ടുണ്ട്, എന്നെ പിന്നെ വിളിക്കാവേ. സൽമാൻ വരുന്നവരെ ഇതെല്ലാം ഉള്ളൂ എന്നറിയാമെങ്കിലും എവിടെ ഒരു ചെറിയ ഹോപ്പ്, ആൻഡ് ദാറ്റ് ഹോപ്പ് കീപ്സ് ഇറ്റ് അലൈവ്. ഇന്ന് മുതൽ വണ്ടിയൊന്നും വേണം. അപ്പോൾ ഇനി ആൾ വരില്ലേ? ഇനി വരുമെന്ന് തോന്നുന്നില്ല. നമുക്കെന്നവിടെ ഇരുന്ന് സംസാരിച്ചാലോ? എനിക്ക് താല്പര്യമില്ല. ഇരുന്ന് നോക്കാം.
താല്പര്യം വന്നാലോ? എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇനി എന്ത് സംസാരിക്കാനാ? നീ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയ പേഴ്സണാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ എടുക്കുന്നത്. അതേ, ഞാൻ ഇമോഷണൽ ആണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ എനിക്ക് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള പാർട്ട്ണറിനെയാണ് വേണ്ടതെന്ന്. എന്നെ കുറ്റപ്പെടുത്തുമല്ല. യു ട്രൈഡ്. നിന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് നിന്നെ ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. എൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ വെച്ച് എന്നെ കോൺസ്റ്റന്റ്ലി എന്നെ കമ്പയർ ചെയ്ത് ഞാൻ മടുത്തു. നീ ഒന്നും ചെയ്തില്ല, പക്ഷെ പഴയ റിലേഷൻഷിപ്പിൽ യു ആർ മോർ ഹാപ്പി, മോർ പീസ്ഫുൾ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുക. എനിക്കെന്തോ കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കിപ്പോൾ നിന്നോടുള്ള ഈ ഒബ്സഷൻ ഇല്ലേ, അത് നിനക്ക് അവളോടായിരുന്നു. നമ്മൾ ഓരോ പ്രാവശ്യം അടിയിടുമ്പോഴും ഐ ഫീൽ ഇൻസെക്യൂർ. വേണ്ട, പക്ഷെ എൻ്റെ മാത്രം തെറ്റല്ല. ഐ നോ ഐ എം ബ്യൂട്ടിഫുൾ. ഐ നോ ഐ ഡിസേർവ് ബെറ്റർ. ഐ ഡിസേർവ് ടു ബി ലവ്ഡ് മച്ച് മോർ. പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല. അത് നിന്റെ പ്രോബ്ലം അല്ല, എനിക്കറിയാം. പറഞ്ഞോ. എനിക്ക് എത്ര ഹാർഡായിരുന്നു അറിയോ എത്ര ദിവസം. എങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റണേ? സോറി. Hope keeps it alive. And I don't know what happens when the last hope dies. ഞാൻ ഒന്നില്ലേ, ഇനി ഞാനുണ്ടാവും. കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ടായി. ബാംഗ്ലൂർ പോയിരിക്കും അല്ലേ? ആ അതെ, ഉടനെ പോയിരിക്കും. നാളെ തന്നെ പോകും. അത് നന്നായി, ഒന്നും വൈകിപ്പിക്കണ്ട. എനിക്കൂടെ ഓക്കെയാണോ? ഞാൻ ഓക്കെ. എന്താ ഞാനെന്ന് പറഞ്ഞ ഫീലിങ്സിൻ്റെ ഞാനൊന്ന് മനസ്സോടെ നിന്നോട് പറഞ്ഞില്ലേ, അത് എൻ്റെ ഒരു പ്രത്യേകത. ഞാൻ മനസ്സോടത്തൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഓക്കെയാ. എനിക്കൂടെ സങ്കടമാവുമെന്ന് ഓർത്ത് എനിക്ക് ടെൻഷനായിരുന്നു. എന്തിന്? പിന്നെ സൽമാൻ പറഞ്ഞ എനിക്കൂടെ ഒന്ന് കാണണമെന്ന്. കാണാൻ പറ്റുന്നൊന്നുമില്ല. ഞാൻ ഇന്ന് മുതൽ നല്ല തിരക്കല, ക്ലാസ്സൊക്കെ ആയിട്ട്. അപ്പം ഓരോ ദിവസം ആകട്ടെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ഹായ്. നിങ്ങൾ സംസാരിക്കാൻ ഞാൻ പോയി ചായ വാങ്ങിട്ട് വരാവേ. അനുക്കുട്ടാ, എന്തുണ്ട്? സുഖല്ലേ? എന്താ ചൂടല്ലേ? ആ, പഠിത്തം എങ്ങനെ പോണു? കുഴപ്പമില്ല. അനുക്കുട്ടൻ സംസാരിക്കില്ലേ? ഞാൻ സംസാരിക്കും. ബാംഗ്ലൂർ എങ്ങനെ, ചൂടുണ്ടാ? കുഴപ്പമില്ല, മാനേജബിളാ. മാനേജ്. എങ്ങനെയാ വന്നു ബാംഗ്ലൂരിൽ നിന്ന്? ഞാൻ ബൈക്കിൽ. മൈലേജ്? മൈലേജ് 40-35. ബാംഗ്ലൂരിലാണ്ട് RCB ആയിരിക്കും അല്ലേ? ഞാൻ CSK. ആ, ഞാനും CSK. നല്ല ഹൈറ്റ് ഉണ്ട് നിങ്ങൾക്ക്. ആ, ഫാമിലി എല്ലാവർക്കും നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ വേറെന്താ വിശേഷം? ഇങ്ങനെ പോണു. ഓ, എന്നോട് ഹാപ്പി അല്ലേ? ഞങ്ങളുടെ ശബ്ദം നല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടം. നല്ലതാണ്. അനുക്കുട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദേർ ഫോർ. ഏയ് അങ്ങനൊന്നുമില്ല. അടുത്ത പ്രാവശ്യം അടി ഉണ്ടാക്കുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞാൽ മതി. ഐ വിൽ മേക്ക് മൈ സെൽഫ് അവൈലബിൾ. അതാ എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. സംസാരിച്ചു. അനുക്കുട്ട പാവാട്ടോ. അനുക്കുട്ട, നല്ല വിഷമം കാണും, പക്ഷേ വിഷമിക്കരുത്. അവസാന നിമിഷം അവളെ പിടിച്ചു നിർത്തി ജീവൻ കച്ചറാക്കാൻ തോന്നും.
പക്ഷെ ആക്കരുത്. എന്താ അനുക്കുട്ട ഈ സമയത്ത്? ശരിക്കും ഉണ്ണിമോള് പോവാ? അനുക്കുട്ട, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കാം? നീ എന്തെങ്കിലും ഒന്ന് പറയേ. എനിക്കൊരു സുഖമില്ല. എന്നെ കൊണ്ട് എവിടെയെങ്കിലും പോകാവോ? അനുക്കുട്ട, നല്ല വിഷമം കാണും. പക്ഷേ അങ്ങനെ തന്നെയാ കാര്യങ്ങൾ. സ്നേഹബന്ധങ്ങൾ കൂടുതൽ ആഴത്തിൽ ഇറങ്ങും തോറും അത് നമുക്ക് ജീവിതത്തിലൊരു സുഖവും പ്രതീക്ഷയും ഒക്കെ തരും. ജീവിതത്തിലൊരർത്ഥമൊക്കെ തോന്നിപ്പിക്കും. പക്ഷേ നേരെ മറുവശത്തെ നമ്മളെ കാത്തിരിക്കുന്നത് വേദനയും നിരാശയും ഒറ്റപ്പെടലുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ മനുഷ്യർക്ക് ആരുടെയെങ്കിലും അഭാവത്തിൽ സ്നേഹബന്ധത്തിൻ്റെ അർത്ഥം മാറിപ്പോയേക്കാം. അനുക്കുട്ട, എനിക്ക് പോകണം. നീ ഓക്കെ? ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? എനിക്ക് പോകണം. ഞാൻ പോയിട്ട് വരാം. വരണേ. ഇപ്പോൾ വരും. ഇത് തന്നെയാണ് എൻ്റെ ആമിനി എന്നോട് പറഞ്ഞത്. പോകുന്നതോടെ സന്തോഷത്തോടെ പറഞ്ഞു വിടാൻ അനുക്കുട്ട. അതല്ലേ ഹീറോയിസം. സൽമാൻ. പേര് സൽമാൻ എന്നാണെങ്കിലും പൃഥ്വിരാജിൻ്റെ പൊക്കോ ശബ്ദമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്കതൊന്നുമില്ലല്ലോ. ഛേ, ഞാൻ എന്തിനാ വേറൊരാളെ വെച്ച് എന്നെ തന്നെ കമ്പയർ ചെയ്യുന്നത്? ഉണ്ണിമോൾക്ക് സൽമാൻ എന്ന് വെച്ചാൽ ഭ്രാന്ത. അതുപോലെ എന്നെ ആർക്കെങ്കിലും പ്രേമിക്കാൻ പറ്റുമോ? ഞാൻ അവിടെ ഇരുന്നോട്ടെ. അതേതാ പുതിയ വരുത്തി? അതൊക്കെ ഉണ്ട്. നോക്കണതെന്തടി കാത്തു നിന്നോള എന്റെ മനസ്സില കണ നേരമയല്ലോ. മറ്റേ കുട്ടിന്ന് വന്നില്ല? ഇല്ല. അത് ഫ്രണ്ടാ? ആ, ഞാൻ വിചാരിച്ചു ഗേൾ ഫ്രണ്ട് ആയിരിക്കും. അല്ലല്ല. അപ്പോ സിംഗിളോ? കുറേ കാലമായിട്ട്. മറ്റേ കുട്ടി എപ്പോഴും ഉള്ളതുകൊണ്ട് എനിക്കൊന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല. പിന്നെ ഇയാളുടെ ചിരി കാണാൻ നല്ല രസാട്ടോ. നിനക്ക് അവളെ ഇഷ്ടമായ? അങ്ങനൊന്നും ഇപ്പൊ ചോദിക്കരുത്. എടാ കള്ള, നിനക്കെങ്ങനെ ഇത്ര പെട്ടെന്ന് അവളെ ഇഷ്ടമായി? എൻ്റെ പേര് അനിക്കുട്ടൻ. അറിയാം, ഞാൻ അനശ്വര. വീട്ടിൽ അമ്മുക്കുട്ടീന്ന് വിളിക്കും. എന്താ പറഞ്ഞേ? അമ്മുക്കുട്ടീന്ന്. എന്തുപറ്റി?
എൻ്റെ അമ്മയുടെ അതേ പേര്. ഞാൻ ഉറപ്പിച്ചാ ഇത് തന്നെ അവള്, നമ്മുടെ അമ്മയുടെ അതേ പേര്. അവന്റെ അമ്മയുടെ തേങ്ങ. കാന്തക്കണ്ണഴകേ കണ്ണില് നോക്കണതെന്തടി കാത്തു നിന്നോള എന്റെ മനസ്സിലകണ നേരമയല്ലോ കാന്തക്കണ്ണഴകേ